സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് അപ്പ് MSME, അതായത് MSME സെറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു അങ്ങനെയുള്ള മൈക്രോസ് അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇൻവോൾവ് എ പ്രോപ്പർ കൺസിഡറേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഒന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ ആക്ടിവിറ്റി ഓർ സർവീസ്. ആക്ടിവിറ്റി ആണോ സർവീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ മാർക്കറ്റിംഗ് സർവേ നടത്തുക, ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഓണർഷിപ്പ് എങ്ങനെ വേണമെന്ന് നോക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ദെൻ അതുപോലെ തന്നെ ടെക്നോളജി എന്തെന്ന് സെലക്ട് ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റി, പ്രൊജക്റ്റ് റിപ്പോർട്ട്, ദെൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ്, ദെൻ രജിസ്ട്രേഷൻ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ എൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് പറയുന്നത് സെലക്ട് ദ ആക്ടിവിറ്റി ഓർ സർവീസ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ സെറ്റ് MSM enterprise is the selection of activity or service. A micro, small or medium enterprise can be set up for a self-employment for getting employment to others. The MSME development institutes can assist an entrepreneurs identifying the authority based on the industrial potential survey and product specific market study. The district distribution center and the state directors or industries also assist in identifying a suitable activity. There are many other factors to consider like availability of skilled labor, raw material, etc. അതായത് ഫസ്റ്റ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു MSME സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് ചെയ്യുന്ന സമയത്ത് അവരാദ്യം എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം, അതായത് ആക്ടിവിറ്റി ആണോ സർവീസ് ആണോ സെലക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം എൻ്റർപ്രൈസ് സെറ്റ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ഫോർ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ടു അതേഴ്സ്. അതായത് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്, മറ്റുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഓൾസോ എൻ്റർപ്രണേഴ്സ് ഐഡൻറ്റിഫൈ ദ അതോറിറ്റി ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവേ ആൻഡ് product survey market studies. The district service industries directors also studying identify suitable activity. അതായത് ഇപ്പോൾ ഒരു ലൊക്കാലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റീസിൽ നിന്ന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഓരോ ഗ്രാമങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ അർബൻ ഏരിയാസിനും അതിൻ്റേതായ പ്രത്യേകതകൾ കാണും. അപ്പോൾ അതിൻ്റെ എല്ലാം ബേസ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഓർ സർവീസ് സെലക്ട് ചെയ്യുക. അതായത് കമ്പനിക്ക് MSME സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഏറ്റവും സ്യൂട്ടബിളായി നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണോ, ഇതിലേതാണോ പോസിബിൾ അത് ചെയ്യുക. സെക്കൻഡ്, പ്രൊഡക്റ്റ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. The next step of selection of product shall be done for the manufacturer on quantity. An entrepreneur can generate number of project ideas through environmental scanning. എങ്ങനെയാണ് പറഞ്ഞ എൻ്റർപ്രണേഴ്സിന് ഐഡിയ കിട്ടുന്നത്, എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തി അതിനുശേഷം അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ആൻഡ് ഫ്യൂ ഐറ്റംസ് ഫൈനലി സെലക്ട് ഓർ പ്രൊഡക്റ്റ്. അതായത് എൻവയോൺമെൻറ്റിനെയൊക്കെ ബേസ്ഡ് എൻവയോൺമെൻറ്റിനെ പഠിച്ചതിന് ശേഷം കുറേ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഏറ്റവും സ്യൂട്ടബിൾ വണ്ണ് സെലക്ട് ചെയ്യുക. അടുത്ത മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യുക. ദ വിഷ് ടു കണ്ടക്ട് എ മാർക്കറ്റ് സർവേ റിഗാർഡിംഗ് the product or service before starting production. The market information available with MSME Development Institute and DIC respective state. The market survey report on various items provide the information about the market potential of item. The entrepreneurs can get accurate information on market potentiality. അതായത് സെക്കൻഡ് എന്താണ്, മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയുള്ളതാണ് അതിനുള്ളൊരു സർവേ നടത്തുക. അതിനുള്ള മാർക്കറ്റ് സർവേ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും, അതായത് പ്രൊഡക്ഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിനെക്കുറിച്ചൊരു മാർക്കറ്റ് സർവേ നടത്തിയതിന് ശേഷം MSMEയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മാർക്കറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ വിത്ത് MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, മാർക്കറ്റ് സർവേ നടത്തുക. ആ റിപ്പോർട്ടുകളുടെ ബേസിൽ എന്താണ് പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റീസ് നോക്കുക. സോ ആ പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റീസ് ബേസിൽ എന്ത് ചെയ്യുക, എൻ്റർപ്രണർ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആക്യുറേറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് മാർക്കറ്റ് സർവേ നടത്തുക. അതിനുശേഷം ഓണർഷിപ്പ് ഫോം ചെയ്യുക. ദ യൂഷ്വൽ ഫോം ഓഫ് ഓണർഷിപ്പ് MSME ഒന്നെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ആവാം, കോപ്പറേറ്റീവ് എന്തും ആവാം. ദിസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ടൈപ്പ് ഓർ പർപ്പസ്. അതായത് കമ്പനി ഏത് ഫോളോ ആണ് ചെയ്യുന്നത്. ഇപ്പം
നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റി ഓർ സർവീസ് എന്ന് പറയുന്ന പോലെ തന്നെ കമ്പനിയുടെ നേച്ചർ ഓഫ് പാർട്ടിസിപ്പൻ്റ് എങ്ങനെയുള്ളതാണ്, അത് ഒന്നാണോ രണ്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, കോപ്പറേറ്റീവ് ആണോ, പ്രോഫിറ്റ് മോട്ടീവാണോ, സർവീസ് മോട്ടീവാണോ, അതിൻ്റെ ബേസിലാണ് ഓണർഷിപ്പ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ലൊക്കേഷൻ, അതായത് അതിനുശേഷം ഈ സെറ്റപ്പ് എ ഡെസിഗ്നേറ്റഡ് ഇൻഡസ്ട്രിയൽ ഏരിയ വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ അവൈൽ നിയർ ടു market identify. It can also be set area depending upon the nature of activity and local municipal rules. The location can even its own residents subject to know the objection certificate from local body. The enterprise may be located based on availability of skilled resource or market. അതായത് പർട്ടിക്കുലർ ലൊക്കേഷനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്താണ് അടുത്തുണ്ടായിരിക്കണം. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മുനിസിപ്പൽ റൂൾസും അല്ലെങ്കിൽ നമ്മുടെ ഇതിലെന്താണ് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ മുനിസിപ്പൽ റൂൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയ്ക്കൊക്കെ അടുത്തായിരിക്കണം ഈ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ലോക്കൽ ബോഡിയിൽ നിന്നുള്ള സബ്ജക്റ്റ്, അതായത് ഒരു ഒബ്ജക്ഷനും ഇല്ല നിങ്ങൾക്ക് ഇവിടെ തുടങ്ങുന്നതിന്, അങ്ങനെ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് പ്രധാനമായും ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ടെക്നോളജി, ഏത് ടെക്നോളജി വേണമെന്ന് സെലക്ട് ചെയ്യാം. The finalized press, the technology has to be selected. The complex product, this technology is to be important. That is, in the case of appropriate technology can be bought from the Council of Scientific and Industrial Research, ഡിഫൻസ് റിസർച്ച് ലാബ്സ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ലാബിൽ നിന്നും എന്ത് ചെയ്യുക, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് വേണ്ടുന്ന ടെക്നോളജി ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അസൈൻമെൻറ്റ് ഓഫ് ഇൻപുട്ട് റെക്കോർഡ്. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം പല ഇൻപുട്സുകളാണ്. നോക്കി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്, മെഷീനറി വേണം, പവർ വേണം, സ്കിൽഡ് മാൻ പവർ, ക്യാപിറ്റൽ എക്സെട്ര, ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെയുള്ള അവൈലബിലിറ്റിയുള്ള അഡീഷൻസുകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റർപ്രൈസ് കാരണം ഈ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെയൊക്കെ ബേസിലാണ് പലപ്പോഴും ലോണൊക്കെ കിട്ടുന്നത്. എസ്റ്റാബ്ലിഷ് എക്കണോമിക് വയബിലിറ്റി ആൻഡ് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ്, അതായത് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിലൂടെ വായിച്ച് നോക്കുമ്പോൾ മാത്രമേ ഇത് എത്രമാത്രം ടെക്നിക്കൽ ഫീസിബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത് പ്രൊജക്റ്റ് നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഹിംസ് ഇൻ ഒബ്റ്റൈനിങ് ഫിനാൻസ്, അല്ലേ, പണം കിട്ടി റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ട് എന്ത് കിട്ടത്തുള്ളൂ, പണം കിട്ടത്തുള്ളൂ. ദെൻ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഈ റിപ്പോർട്ട് നോക്കിയാണ് കിട്ടുന്നത്. ദെൻ റോ മെറ്റീരിയൽ കളക്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഈ റിപ്പോർട്ടാണ് ബേസ് എന്ന് പറയുന്നത്. MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് DIC അസിസ്റ്റ് ഹിം ഇൻ പ്രിപ്പയറിംഗ് ദി പ്രൊജക്ട് റിപ്പോർട്ട്. അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതിൻ്റെ DIC അതിനെന്ത് ചെയ്യും, അസിസ്റ്റ് ചെയ്യും, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇവരെ സഹായിക്കും. അടുത്തൊരു ഫിനാൻസ് അറേഞ്ച് ചെയ്യും. എല്ലാം കഴിഞ്ഞതിന് ശേഷം certain producers and arrange finance for financial institution. There are number of financial provide medium short time loans to MSME. They advance to the MSME sectors treated as a priority sector advances. The banks are required to extend at least 60% of their advance to the MSME sector micro enterprises, and MSME unit require finance for long, medium and short time capital requirement. It also require funds for seed capital and capital. സോ നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ബ്രിഡ്ജ് ക്യാപിറ്റലാവാം, ദെൻ സീഡ് ക്യാപിറ്റലാവാം, ഇങ്ങനെയുള്ള ക്യാപിറ്റലൊക്കെ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ MSME യൂണിറ്റുകൾ, അല്ലെങ്കിൽ MSME യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസികൾ, അതോറിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്, ദ അഡ്വാൻസസ് ടു ദി MSME സെക്ടേഴ്സ് ആർ ട്രീറ്റഡ് ആസ് എ പ്രയോറിറ്റി സെക്ടർ അഡ്വാൻസസ്. ദ ബാങ്ക്സ് ആർ റിക്വയർഡ് എക്സ്റ്റെൻഡ് അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദി അഡ്വാൻസ് ടു ദി MSME. അതായത് നമുക്കിപ്പം 1 കോടി രൂപയാണ്, അതിൻ്റെ 60% വരെ ബാങ്ക് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി കൊടുക്കും. നമുക്ക് ലോൺ ഇപ്പോൾ അനുവദിച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ലോണിൻ്റെ എമൗണ്ട് ആയിട്ടില്ലായിരിക്കും, ഇതിൻ്റെ 60% വരെ ബാങ്ക് കൊടുക്കാൻ മുന്നോട്ട് വരും. അതാണ് പ്രധാനപ്പെട്ട അറേഞ്ചുമെൻ്റ്. അതിനുശേഷം ലാസ്റ്റ് പ്രോസസ്സാണ് രജിസ്ട്രേഷൻ. ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് പ്രൊവൈഡ് various schemes for the development of MSME. In order to avail the various schemes, it is necessary to register
the unit with the district industries department by filing an entrepreneurs memorandum. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് സ്കീം ഉണ്ടെന്നാണ് MSMEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഇൻ ഓർഡർ ടു അവൈൽ ദ വേരിയസ് സ്കീം ഇറ്റ് ഈസ് നെസസറി ടു രജിസ്റ്റർ ദാൻഡിൽ വിത്ത് ദ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഫയലിംഗ് എൻട്രപ്രണേഴ്സ് മെമ്മോറാണ്ടം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് ഫയൽ ചെയ്യുന്നത്? എൻട്രപ്രണേഴ്സ് മെമ്മോറാണ്ടത്തിലാണ്. ഹൗവർ ദി രജിസ്ട്രേഷൻ നോട്ട് കമ്പൽസറി എക്സെപ്റ്റ് ഫോർ മീഡിയം എൻ്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ചില ഫേമുകൾക്ക്, അത് മീഡിയം ടേംസിന് എൻ്റർപ്രൈസുകൾക്കൊന്നും കമ്പൽസറി അല്ല. അവർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ മീഡിയം ടേമിനൊന്നും കമ്പൽസറി അല്ല. In micro, small and medium sector, there are no licensing restrictions. No industrial license is required to accept in the case of 6 product group include compulsory licensing. The group may be cover product can be made in large sector. But if the small scale unit employ less than 100 workers with or without power, then should be require license from the government of India. So registration process ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മൈക്രോ സെക്ടർ, സ്മോൾ സെക്ടർ, മീഡിയം സെക്ടർ ആണ്. ദർ ആർ നോ ലൈസൻസിങ് റെസ്ട്രിക്ഷൻ. അവിടെ ലൈസൻസിങ്ങിന് മറ്റ് വലിയ റെസ്ട്രിക്ഷൻസും നിയമങ്ങളൊന്നുമില്ല. നോ ഇൻഡസ്ട്രിയൽ ലൈസൻസ് റിക്വയർഡ് ടു എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് 6 പ്രൊഡക്റ്റ്. അതായത് ഈ 6 പ്രൊഡക്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും കമ്പൽസറി ലൈസൻസിങ് ഉണ്ട്. ദീസ് പ്രൊഡക്ട്സ് ഗ്രൂപ്പ് മെയിൻലി കവർ പ്രൊഡക്റ്റ് ദാറ്റ് ഓൺലി ഇൻ എ ലാർജ് സെക്ടർ. ബട്ട് ഇഫ് ദ സ്മോൾ scale unit employ less than 100 workers without power not required to license from the government of India. Even 6 product mentioned above. Thus the subject is to enterprises can set up micro, small or medium enterprises anywhere the country without any restrictions until the course are subject to the location and use of soiling restrictions enforced under local laws. അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മിനിമം അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ് സംബന്ധിച്ച എംപ്ലോയി കുറഞ്ഞത് 100 വർക്കേഴ്സെങ്കിലും കാണണം, അല്ലെങ്കിൽ വിത്തൗട്ട് പവറോടുകൂടി. ദേ ഡി നോട്ട് റിക്വയർ ലൈസൻസ് ഫ്രം ദി ഇന്ത്യ ഈവൻ ഇഫ് 6 പ്രൊഡക്റ്റ് മെൻഷൻഡ് അപ്പോൾ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത രജിസ്ട്രേഷൻ പ്രോസസ്സ് വേണ്ടാത്ത ചില പ്രൊഡക്റ്റുകളുണ്ട്. അതൊഴികെ ബാക്കിയില്ല, അതിനും രജിസ്ട്രേഷൻ പ്രോസസ്സിങ് കമ്പൽസറിയാണ്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കിട്ടുന്നതോടുകൂടി എല്ലാ പ്രൊഡക്റ്റുകളുടെയും സ്റ്റെപ്സുകൾ അവിടെ കൊണ്ട് തീരുന്നു. പിന്നെ അവരുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, പ്ലാനുകളും ആക്ടിവിറ്റികളും ചെയ്ത് മുന്നോട്ട് പോകാം. പ്രധാനമായും രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ഡിഫറെൻറ്റ് സ്റ്റേജസ് ആർ ദെയർ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓർ സർവീസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റിംഗ് സർവേ നടത്തുന്നു. അതിനുശേഷം ഓണർഷിപ്പ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ടെക്നോളജി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് ഇൻഫർമേഷൻ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നു. എൻ്റെ പൊന്ന സാറേ ഇനി വന്നു ഉണ്ട് പെൻസിൽ സ്കെയിൽ പല്ലുവേന